പ്രഭാഷകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിലെ തിരഞ്ഞെടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം: തെളിഞ്ഞ ആകാശം എന്തിൻ്റെ അഭിമാനമാണ്? ഉത്തരം: സ്വർഗീയ ഔന്നത്യത്തിൻ്റെ. 2. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് പ്രഘോഷിക്കുന്നതാര്? അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് പ്രഘോഷിക്കുന്നതാര്? ഉത്തരം: ഉദിച്ചുയരുന്ന സൂര്യൻ. ചോദ്യം 3. എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നത് ആര്? എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നത് ആര്? ഉത്തരം: ചൂള ജ്വലിപ്പിക്കുന്നവൻ. ചോദ്യം 4. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും കർത്താവ് എന്തിനെയാണ് സൃഷ്ടിച്ചത്? ചന്ദ്രനെ എന്നതാണ് ഉത്തരം. 5-ാമത്തെ ചോദ്യം: ഉത്സവ ദിനങ്ങൾ ആരെ നോക്കിയാണ് നിർണയിക്കുന്നത്? അതിൻ്റെയും ഉത്തരം ചന്ദ്രൻ എന്ന് തന്നെയാണ്. ചോദ്യം 6. മാസങ്ങൾക്ക് പേര് നൽകുന്നത് എന്തിനെ നോക്കിയാണ്? മാസങ്ങൾക്ക് പേര് നൽകുന്നത് ചന്ദ്രക്കലയെ നോക്കിയാണ്. ചോദ്യം 7. ആകാശത്തിൻ്റെ സൗന്ദര്യമെന്താണ്? ആകാശത്തിൻ്റെ സൗന്ദര്യം നക്ഷത്രങ്ങളുടെ ശോഭയാണ്. ചോദ്യം 8. പ്രഭാഷകൻ 43-ാം അധ്യായം 11-ാം വാക്യത്തിൽ അതിൻ്റെ ശോഭ നോക്കി സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ച്? ഉത്തരം: മഴവില്ലാണ്. 9. പർവ്വതങ്ങൾ വിറകൊള്ളുന്നത് എപ്പോൾ? പർവ്വതങ്ങൾ വിറകൊള്ളുന്നത് അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോഴാണ്. 10. അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നത് എങ്ങനെ? ഉത്തരം: മേഘഗർജനം കൊണ്ടാണ് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നത്. 11-ാമത്തെ ചോദ്യം: അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ വിതറുന്നതെന്ത്? അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ വിതറുന്നത് തുഷാരമാണ്. 12. എന്തുകൊണ്ടാണ് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത്? എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് അവിടുത്തെ വചനത്താലാണ്. 13. ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ആര്? ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് സമുദ്ര സഞ്ചാരികളാണ്. 14. ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര്? ഉത്തരം: കർത്താവ്. ലാസ്റ്റ് 15-ാമത്തെ ചോദ്യം: തൻ്റെ ഭക്തർക്ക് ജ്ഞാനം പ്രദാനം ചെയ്യുന്നത് ആര്? അതിൻ്റെയും ഉത്തരം കർത്താവ് എന്നാണ്.